അപ്പത്തിൻ്റെ മാവ് ബാക്കി ഇരിപ്പുണ്ടോ? എങ്കിൽ നമുക്ക് പെട്ടെന്ന് കിണ്ണത്തപ്പം ഉണ്ടാക്കിയാലോ? കിണ്ണത്തപ്പം എന്നും വട്ടയപ്പം എന്നും ഒക്കെ പറയും. ഞങ്ങളുടെ ഇവിടെ കൂടുതലും കിണ്ണത്തപ്പം എന്നാണ് കേട്ടോ പറയാം. അപ്പം ഞാൻ ദേ മാവ് എടുത്തിട്ടുണ്ട്. നല്ല പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ അപ്പം എടുത്തിൻ്റെ ബാക്കി മാവ്. അപ്പം ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനാവശ്യമുള്ള പഞ്ചസാരയും പിന്നെ ഒരു 3 ഏലക്കയും കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മാവിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട്. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു കിണ്ണം എടുക്കാം കേട്ടോ. ഞാനിവിടെ കഞ്ഞി കുടിക്കുന്ന പാത്രം എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് മൊത്തത്തിൽ എണ്ണ തൂക്കി കൊടുക്കുക. അതിനുശേഷം അതിനകത്ത് മൊത്തത്തിൽ നമ്മൾ മാവ് ഒഴിക്കരുത്. അതിൻ്റെ കുറച്ച് ഭാഗത്ത് ഒരു 1/4 ഭാഗത്ത് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇഡലിക്കുട്ടകത്തിലാണ് ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ മാവ് ഒഴിച്ച പാത്രത്തോട് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അടച്ച് നമുക്കൊരു 15 മിനിറ്റോളം വേവിക്കണം കേട്ടോ. അതിനുശേഷം ബാക്കി വന്ന മാവ് ഞാൻ ഈ ചെറിയ കിണ്ണത്തിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പൊങ്ങി വരുന്നതിന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, കാരണം പൊങ്ങി വന്നല്ലേ, എനിക്കത് പൊങ്ങി വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പൊക്കെ റെഡിയായി. ഞാനത് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്തപ്പോൾ പൊടിഞ്ഞ് പോകുന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പേടിയൊക്കെ പോയിട്ടോ. പിന്നെ മുറിച്ചപ്പോഴൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങാനും അത് പൊടിഞ്ഞ് പോകുമെന്ന്. പക്ഷെ പൊടിഞ്ഞൊന്നും പോയില്ല കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ആണ്, അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.